ഹലോ ഫ്രണ്ട്സ്, മാക് അഗ്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങൾ പുതുതായി അവതരിപ്പിക്കാൻ പോകുന്ന Y4 CRC മെഷീന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഉണങ്ങിയ അടയ്ക്ക മാത്രമേ ഉരിക്കാൻ സാധിക്കൂ. ഉരിഞ്ഞു വരുന്ന അടക്ക ഫുള്ളായിട്ട് നമുക്ക് അടയ്ക്ക ഉരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. കൂടാതെ തന്നെ ഇതിൽ ഉരിച്ചു വരുന്ന അടയ്ക്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജസോ സ്ക്രാച്ചസോ ഒന്നുമില്ല. കൂടാതെ തന്നെ ഈ മെഷീനിൽ നിങ്ങൾക്ക് ചെറിയ അടയ്ക്കയും വലിയ അടയ്ക്കയും അതുപോലെ തന്നെ എത്ര തൊലിക്കട്ടിയുള്ള അടയ്ക്കയും തൊലിക്കട്ടി കുറഞ്ഞ അടയ്ക്കയും സുഖസുന്ദരമായിട്ട് പൊളിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു തരത്തിലുള്ള പ്രത്യേകത. ഈ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊരു മെഷീന്റെ ആവശ്യമില്ല. ഇത് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് അടയ്ക്ക പെർഫെക്റ്റ് ആയിട്ട് ഉരിച്ചെടുക്കാം. ഇതൊരു മണിക്കൂറിൽ 300 to 400 കിലോ വരെ ഉണങ്ങിയ തൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഉരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ 2026 മോഡലാണ് ഇത്, ഏറ്റവും ലേറ്റസ്റ്റ്. കൂടാതെ തന്നെ ഇതിന് വരുന്നത് 2 മോട്ടറാണ്, അതായത് ഒരു 1 HP ക്രോംപ്ടന്റെ മോട്ടറും അതുപോലെ തന്നെ നേരെ മറ്റൊരു മോട്ടറും. ഈ മോട്ടറും 1 HP ആണ്. 1 HP സിംഗിൾ ഫേസ് ആണ്. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് നമുക്കിത് സുഖസുന്ദരമായിട്ട് റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മെഷീന് വീലിന് ഫുൾ റൗണ്ടായിട്ട് ബ്ലേഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടൈമിംഗ് ഇഷ്യൂസോ അങ്ങനത്തെ യാതൊരുവിധ ഇഷ്യൂസും ഇതിന് ഉണ്ടാവുന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണങ്ങി അടക്കം ഉരിച്ചെടുക്കാൻ സാധിക്കും. ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡ് ഈ ഫുൾ ഹാഫ് റൗണ്ടിങ് ബ്ലേഡാണ്. ഇത് റിമൂവ് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും വളരെ സുഖകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെക്കാനിസവും വളരെ സിമ്പിൾ മെക്കാനിസം ഉപയോഗിച്ചാണ് നമ്മൾ ഈ മെഷീൻ നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് വരുന്നത് Y2, ഇത് 2 കൺവെയർ ആവും. ഇത് Y4 CRC ആണ്. അപ്പോൾ നമ്മൾ ഈ മെഷീൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. മെഷീനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ കാറ്റലോഗിൽ പ്രിഫർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ മെഷീൻ സെറ്റിങ്സ് മെഷീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കാറ്റലോഗിൽ രേഖപ്പെടുത്തി കൊടുക്കും. അത് അടയ്ക്ക ഉള്ളെന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ തന്നെ നമ്മളിതിൻ്റെ കൂടെ ഒരു ഗ്രീസ്, സ്പ്രിങ്, സ്പാനർ സെറ്റുകൾ ഇതെല്ലാം നമ്മളിതിൻ്റെ കൂടെ കസ്റ്റമർക്ക് കൊടുക്കുന്നതായിരിക്കും. 4 CRC മെഷീൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടയ്ക്ക ഉരിച്ചു നോക്കാം. എങ്ങനെയാണ് അടക്ക ഉരിച്ചിട്ട് എന്ത് ക്ലാരിറ്റി എങ്ങനെ കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കാം, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന ഈ ഭാഗം, ഈ പോർഷനിൽ നമ്മൾ ഇവിടെ ഓൺ ചെയ്യുന്നു. ഇതിൻ്റെ റീഡിങ് കാര്യങ്ങൾ, ഇത് നമ്മുടെ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. ഇത് എത്ര ഹവർ റൺ ചെയ്തു. ഇത് 16 ആംസിൻ്റെ ELCG സ്വിച്ചാണ് ഇതിന് കൂടെ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം മെഷീന് ഇതേപോലെ റൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ റണ്ണിങ്. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിജക്ഷൻ റോളറാണ്. ഈ റിജക്ഷൻ റോളർ നമ്മൾ റൺ ചെയ്യണം. റിജക്ഷൻ റോളർ നമ്മൾ റൺ ചെയ്ത് ഉരിച്ചു നോക്കാൻ പോകുന്ന അടയ്ക്കാം. ഈ അടയ്ക്കയിൽ വലുതും ചെറുതും എല്ലാ സൈസും ഉണ്ട്. അതേപോലെ നല്ല ടമ്പർ തൊണ്ടുണ്ട്. അതേപോലെ നല്ല ഗട്ടി ടമ്പറായ തൊണ്ടുണ്ട്. ഇത് നമുക്ക് ഈ മെഷീനിൽ സിമ്പിളായിട്ട് ഉരിക്കാം. അപ്പോൾ നമ്മൾ ഈ മെഷീനിൽ നമ്മൾ അടയ്ക്കെടുത്ത് സിമ്പിളായിട്ട് ഉരിക്കുക. തിരിഞ്ഞു വന്ന പാക്ക് കറുപ്പടയ്ക്ക, അതേപോലെ തന്നെ ഈ ഇത് ഉള്ളി, ബ്ലാക്ക് ലാലി എന്ന് പറയും. ഇതിനൊന്നും ഡാമേജസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല, ലാലി പൊട്ടിപ്പോകുന്നില്ല. അത് ഉള്ളിയാണ്. ഉള്ളി ഇതേപോലെ വരും, ഫുൾ ക്ലീൻ ആയിട്ട് വരും. ഇതൊക്കെ ഉള്ളിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെഷീൻ്റെ റിസൾട്ട്. നല്ല പെർഫെക്റ്റ് മെഷീനാണ്. മെഷീൻ ആവശ്യമുള്ളവർ മാക് അഗ്രോടെക്കുമായിട്ട് ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ 9633322108. വന്ന ഭാഗത്ത് അടയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
വളരെ പെർഫെക്റ്റ് ആവും. പൊടിഞ്ഞ് തെറിച്ചു പോകും, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ മെഷീനിലില്ല.